ഹായ് മച്ചാന്മാരെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഈ കാണുന്ന ലൈറ്റിൻ്റെ A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഈ ഡബിൾ ഹൈറ്റിൽ വരുന്ന ലിവിങ്ങിൽ വരുന്ന ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ലൈറ്റിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, അത് മെഷർമെൻറ്റ് കാര്യങ്ങൾ, ചിപ്പിങ്, കട്ടിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇതേപോലെയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ബയോയിൽ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്തോളൂ. സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് സെറ്റാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഇവിടെ മെഷർമെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് താഴെ നിന്നും മുകളിൽ നിന്നും ഒരേ ലുക്കായിരിക്കണം കാണാൻ. അപ്പോൾ അത്യാവശ്യം നല്ല വെട്ടവുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഏരിയ അങ്ങനത്തെ ഒരു ഏരിയയാണ്, ചെരിഞ്ഞൊരു പ്രതലാണ്. അതായത് സൺസൈഡ് പോലത്തെ സൺസൈഡിൽ കൂട്ടി ചെയ്തൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ചെരിഞ്ഞൊരു പ്രതലാണ്. അതേപോലെ തന്നെ ബാൽക്കണി പോലെയാണ് ഇത് സെറ്റാക്കി എടുത്തത്. അപ്പോൾ മച്ചാന്മാരെ, ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പല ഏരിയയിൽ നിന്നും പല കോണിൽ നിന്നും നോക്കി അത് സെൻട്രലാണോ എല്ലാ കാര്യങ്ങളും മെഷർമെൻറ്റൊക്കെ പക്ക ആയതിനു ശേഷമാണ് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പല മാർക്കിങ്ങും ഉണ്ടാവും ഇതിൽ. പെട്ടെന്ന് കാണുമ്പോൾ മാർക്കിങ് ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മളെ കൂടെയുള്ള മുബഷിറാണ് കേട്ടോ. കട്ടിങ്ങിനും എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ ഉണ്ടാവില്ല, കൂടുതലും വർക്കിനൊക്കെ ആയിട്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഒരു സ്ക്വയറും തമ്മിൽ ലിങ്ക് ആവുന്നില്ല കേട്ടോ. ലിങ്ക് ആവാത്തൊരു വെറൈറ്റിയിലാണ് കേട്ടോ നമ്മളിവിടെ സെറ്റാക്കി ചെയ്തത്. മച്ചാന്മാരെ, ചിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ചിപ്പിങ്ങൊക്കെ നമ്മൾ സാധാ നോർമൽ ഇൽറ്റി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കേണ്ട നമ്മൾ കോൺക്രീറ്റിന് എന്ത് ഡാമേജ് വരുമെന്ന്. ഒരിക്കലുമില്ല, നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത പോർഷൻ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതാണ് ഈ ലൈറ്റിൻ്റെ ഹൈലൈറ്റും. അതേപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യാനും വളരെ 4mm 6mm ഒക്കെ ചാനൽ ഡീപ്പുള്ളൂ. അപ്പോൾ അതിനേക്ക് 4mm ആണ് കേട്ടോ വരിക. അപ്പോൾ മച്ചാന്മാരെ, ഇതേപോലെ പുട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫില്ലാക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും വെച്ചാൽ അതിൻ്റേതായ ഒരു ക്വാളിറ്റി അവിടെ ഫീൽ ചെയ്യും കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ നമ്മളിപ്പോൾ അഥവാ നെക്സ്റ്റ് ടൈമിൽ, അതായത് നമ്മളെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പുട്ടി കയറ്റി ചെയ്താൽ കാണാൻ അടിപൊളിയായിരിക്കും. അല്ലാതെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ജ് ഭാഗങ്ങളൊക്കെ പക്ക ക്ലിയർ ആക്കിയിട്ട് ചെയ്യുള്ളൂ. ഇത് 2-3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ പ്രൊഫൈൽ ലൈറ്റിൻ്റെ വർക്ക് ചെയ്യാറ്. അതായത് ഫ്ലോറിൻ്റെ വർക്ക് നടക്കുന്നതിന് മുന്നേ ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കിയിടും. അത് കഴിഞ്ഞിട്ട് ഫ്ലോറിൻ്റെ വർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം സ്ട്രിപ്പ് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ പുട്ടി നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം എന്തുണ്ടാവും, പിന്നെ അതെന്ത് ചെയ്യും, ഔട്ടറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ കണക്ഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. പിന്നീട് എന്ത് ചെയ്യും, ഇതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായി, വീടിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായതിനു ശേഷം നമ്മൾ രണ്ടാമത് സ്ട്രിപ്പ് ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഇടും. ഇതാണ് കേട്ടോ. ഈ സീലിങ്ങിൽ നമ്മൾ ഒരിക്കലും പുട്ടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതായത് ക്ലൈൻറ്റ് പുട്ടി ഉപയോഗിച്ചിട്ടില്ല, പെയിൻറ്റിങ്ങിന് മുന്നേ പുട്ടി ഉപയോഗിച്ചിട്ടില്ല. സാധാ നമ്മൾ ആദ്യത്തെ പുട്ടിൻ്റെ ലെവലിൽ തന്നെ പോലെ എന്ത് ചെയ്ത് പ്രൈമർ അടിച്ച് കയറ്റി 2 കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ചെയ്ത് അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുണ്ട്. പിന്നെ പലരും ചോദിക്കണം പ്രൈമറായിട്ട് പുട്ടിയിടണം നിർബന്ധമുണ്ട്. അത് അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഏകദേശം ഈ ഇത്രയും ഹൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കൂടുതലും 45 ആകൃതികളാണ് വരുന്നത്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് ഇതാണ് കേട്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഔട്ടറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ കാണാൻ വീഡിയോ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ ടോട്ടലി ഈ ലൈറ്റാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഇതിനനുബന്ധമായിട്ടുള്ള റീലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ.